നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. നിങ്ങൾ എന്താണെങ്കിലും ഒരു 1 വീക്ക് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പൊക്കോളും. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഇത് നമുക്ക് ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുന്നത്. ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് മുരിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ഒരു മുരിച്ചിലൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ വിൻ്റർ സീസണിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് മാറ്റാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 1 സ്പൂൺ ഗ്ലിസറിനാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് എടുക്കേണ്ടത്. 1 സ്പൂൺ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ്. റോസ് വാട്ടറും നമ്മൾ 1 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ്. ഇത് നമ്മൾ പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് 1 നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട. 1 നുള്ളു മഞ്ഞൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. ഇത് നമുക്ക് ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അതേപടി കിടന്ന് ഉറങ്ങുക. ശേഷം രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ്. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. നിങ്ങൾ എന്താണെങ്കിലും ഒരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് മുരിച്ചിലും അതേപോലെ പൊരിയും ഒക്കെ ഉള്ള ഒരു സീസണാണ്. അപ്പോൾ വിൻ്റർ സീസണിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പൊക്കോളും. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്നുള്ളവർക്ക് 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. അടിപൊളി റിസൾട്ടാണ്. നിങ്ങളത് ഒരാഴ്ച എന്താണെങ്കിലും ചെയ്തു നോക്കുക. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.